സ്ട്രോക്ക് വന്ന് കിടപ്പിലായി പോകുമോ എന്നൊരു ഭയം നമ്മളിൽ പലർക്കുമുണ്ട്. എന്നാൽ 80% പക്ഷാഘാതങ്ങളും പ്രിവെന്റബിൾ ആണ്. നിമിഷ നേരം കൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നതെങ്കിലും നമ്മൾ വർഷങ്ങളായി അവഗണിക്കുന്ന പല ഘടകങ്ങളുമാണ് സ്ട്രോക്കിന് കാരണമാകുന്നത്. അല്പം ശ്രദ്ധയും സമയവും ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ ഈ രോഗം നമുക്ക് തടയാനാകും. BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കൃത്യസമയത്ത് പരിശോധിക്കുകയും കൂടുതലാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിച്ച് അവ നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്യണം. അമിതഭാരമാണ് മറ്റൊരു പ്രധാന കാരണം. നമ്മളിൽ ഏറെ പേരും മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉയരത്തിന് ആനുപാതികമായിരിക്കണം നമ്മുടെ തൂക്കവും. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ വീതം വ്യായാമത്തിനായി മാറ്റിവെക്കുക. കൂടാതെ ആരോഗ്യപരമായ ഭക്ഷണ രീതി ശീലമാക്കുക. മദ്യപാനം, പുകവലി തുടങ്ങിയവ പാടെ ഒഴിവാക്കുക. കൂടാതെ ചില മരുന്നുകൾ, ഉദാഹരണത്തിന് ഗർഭനിരോധന ഗുളികകൾ, മൈഗ്രെയിൻ തുടങ്ങിയവയും സ്ട്രോക്കിന് കാരണമാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്നുകൾ വാങ്ങി കഴിക്കാതിരിക്കുക. ചെറിയ സിംറ്റംസ് അവഗണിക്കാതെ തക്ക സമയത്ത് വൈദ്യസഹായം തേടുക. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകാം. സ്ട്രോക്കിൽ നിന്നും രക്ഷ നേടാം.